സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 മലയാള ഭാഷാ ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമകാര്യ വകുപ്പ് മന്ത്രി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 മലയാള ഭാഷാ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 മലയാള ഭാഷാ ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. സംസാരിക്കുന്നുണ്ടോ? ചർച്ചയ്ക്ക് ശേഷമല്ല. ശ്രീ പി നന്ദകുമാറിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 മലയാള ഭാഷാ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സമയക്ലിപ്തത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മാത്രം ധരിച്ചാൽ പോരാ. മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്. നമ്മുടെ മാതാവാണ് സർ ഭാഷ. അമ്മയ്ക്ക് തുല്യമാണ് ഭാഷ. ജനനം മുതൽ കേൾക്കുന്ന നമ്മുടെ മാതൃഭാഷയാണ്. സർ, ഈ ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം സംസ്ഥാന ജനങ്ങളും സംസ്ഥാന ഭരണകൂടവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നു എന്നതാണ്. ഭരണഭാഷ മലയാളമാക്കുന്നതോടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടും. സർ, സാമൂഹ്യ ഭേദങ്ങൾക്കപ്പുറം കേരളീയരെ ഒന്നിച്ചൊറ്റക്കെട്ടായി യോജിപ്പിച്ച് നിർത്തുന്നതാണ് മലയാളം. ഔദ്യോഗിക ഭാഷ ഭരണഭാഷ മാത്രമല്ല, എല്ലാ പഠനങ്ങൾക്കും മാതൃഭാഷയിലും നടത്താവുന്നതാണ്. വികസിത മുതലാളിത്ത രാജ്യങ്ങളായ ചൈന, ജർമ്മനി, ജപ്പാൻ തുടങ്ങി പോളണ്ട്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും 55% രാഷ്ട്രങ്ങളിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ അടക്കം സർ ഇപ്പോൾ മാതൃഭാഷയിലാണ്. ഇവിടെ നമുക്ക് മലയാളത്തിൽ പഠിപ്പിക്കുക എന്നത് ഒരു ഡിഗ്നിറ്റി കുറവായി എന്ന രൂപത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. ഡിഗ്നിറ്റിയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു മുൻമന്ത്രി തൻ്റെ മുമ്പിൽ വന്ന മലയാള ഭാഷ ഉദ്യോഗസ്ഥൻ പുട്ടപ്പ് എന്ന് എഴുതിയപ്പോൾ തമാശയായി പറഞ്ഞത് ഈ പുട്ടും അപ്പവും എന്നതിന് പകരം സമർപ്പിക്കുന്നു എന്നോ ഹാജരാക്കുന്നു എന്നോ എഴുതിയാൽ തരക്കേടില്ല എന്നാണ് പറഞ്ഞത്. സർ, മലയാളിയുടെ ദുരഭിമാനത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ലോകത്തിലെ 50% രാജ്യങ്ങളിലും കോടതി ഭാഷ മാതൃഭാഷയാണ് സർ. കോടതി ഭാഷ മലയാളമാക്കുന്നതിനെ കുറിച്ച് പഠിച്ച് ശുപാർശ ചെയ്യാൻ നിശ്ചയിച്ച നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞു: നീതി തേടി കോടതിയിലെത്തുന്ന സാധാരണക്കാരനും കോടതി നടപടികൾക്ക് മധ്യ നിലകൊള്ളുന്ന ഇരുമ്പ് മറയാണ് ഇംഗ്ലീഷ് എന്നും ഇത് മാറ്റേണ്ട കാലം അതിക്രമിച്ചുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഈ നിയമത്തിൽ 2020 മലയാള ഭാഷ ആക്ടിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷ മലയാളമായിരിക്കും എന്ന് അഭിമാനപരമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പ്രത്യേകമായ വകുപ്പും മലയാള ഭാഷ ഡയറക്ടറേറ്റും രൂപീകരിക്കാൻ ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഷകൾക്കായി ഡയറക്ടറേറ്റ് ഉണ്ട്. കേരളത്തിൽ ഈ വൈകിയ വേളയിലെങ്കിലും നമുക്കത് സാധ്യതപ്രായമാക്കാൻ സന്തോഷമുണ്ട് സർ. ഈ നിയമം നടപ്പിലാക്കാൻ നല്ല രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും സർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രസ്താവനയ്ക്കകത്ത് പറഞ്ഞു പാപ്പരായ ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ് എന്ന്. ഇദ്ദേഹം ഇതേ ഭാഷ നിയമസഭയ്ക്കകത്തും പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ UDF-കാരും പറയുന്നതാണ്. സർ, ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഫിനാൻസ് ഈ കേരളത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് കർണാടകത്തിൽ നിന്നാണല്ലോ. ആ കർണാടകത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ് സർ? ഞാൻ പറയുന്നതല്ല, അവിടുത്തെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അതിന് പുറമെ ഒരു TV ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായി സർ. ഏത് വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഈ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ ഒളിച്ചോടുകയാണല്ലോ ഇത് ചെയ്യുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട അവർ ചർച്ചയ്ക്കകത്ത് മറുപടി പറഞ്ഞപ്പോൾ അവർക്ക് മറ്റൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല. അന്ന് പുറത്ത് വെച്ച് പറയുകയാണ് ഈ ഗവൺമെൻറ് പാപ്പരായെന്ന് സംബന്ധിച്ചിടത്തോളം. സർ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് സർ ഇത്. ഈ പത്രസമ്മേളനമാണത്. കർണാടക മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പത്രസമ്മേളനമാണിത്. അത് രണ്ടും ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു ഈ പത്രസമ്മേളനത്തിനകത്ത്. ഈ പത്രസമ്മേളനത്തിൽ ബസവരാജ റായ റെഡ്ഡി എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പരസ്യമായി പറഞ്ഞത്
ദേ ഡോണ്ട് വാണ്ട് റൈസ്, ദേ വാണ്ട് റോഡ് എന്നാണ് പറഞ്ഞത്. അരി അവർക്ക് വേണ്ട, റോഡ് മതി. റോഡിന് വേണ്ടി പ്രക്ഷോഭജനങ്ങൾ നടത്തുമ്പോൾ റോഡ് മതി, അരി വേണ്ട എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് അടുത്ത ഗവൺമെൻറ്. അപമാനകരമായ അവസ്ഥയല്ലേ സാർ അത്? അരി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നാണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് സാർ ആ പത്രസമ്മേളനത്തിനകത്ത് മുഖ്യമന്ത്രി ചെയ്തത്, കർണാടക മുഖ്യമന്ത്രി ചെയ്തത്. അവിടുത്തെ ആഭ്യന്തരകാര്യമന്ത്രി പരമേശ്വര പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, സർ ഞങ്ങളുടെ കയ്യിൽ ചില്ലിക്കാശില്ല, അതുകൊണ്ട് 5 വർഷക്കാലമായി നടത്തുന്ന ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എല്ലാ സേവന മേഖലയിലെ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കട്ടെ സർ, വി ഹാവ് ഓൾറെഡി ഗിവൺ എവരിതിങ് ടു പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് റൈസ്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന് അടിസ്ഥാനത്തിന് പണമില്ല. ഒരു പത്രസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞ സർ, അങ്ങനെ പാപ്പരായ ഒരു ഗവൺമെൻറ്റാണ് കർണാടകത്തിൽ, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിനകത്ത്. എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ് പാപ്പരായെന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അരിയും കൊടുത്തു, റോഡും കൊടുത്തു സർ. 1000 കോടി രൂപയാണ് ഗ്രാമീണ റോഡുകൾക്ക് നീക്കി വെച്ചത്. നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി റോഡടക്കമുള്ള പ്രശ്നങ്ങൾക്ക് 1000 കോടി രൂപ വേറെയും മാറ്റിവെച്ചു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റോഡുകൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചു. റോഡ് ജനങ്ങളുടെ ആവശ്യമാണ്, അത് അനുവദിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്. അതിനടിസ്ഥാനത്തിൽ അരി നിഷേധിക്കില്ല. ഇവിടെ അരി വേണോ റോഡ് വേണോ എന്നാണ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്ന് പറയാണ് ഈ കേരള സംസ്ഥാനമാണ് വാപ്പരായതെന്ന്. ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു പ്രതിപക്ഷം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഞാൻ മറ്റു വിഷയത്തിൽ കടക്കുന്നില്ല, ഈ ബില്ല് പിന്തുണയ്ക്കുന്നു. ശ്രീമതി യു പ്രതിഭയ്ക്ക് ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനക്കാക്കാമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സ്പീക്കർ സാർ, ഈ ഭേദഗതി ഞാൻ അവതരിപ്പിക്കുകയാണ്. 2025 മലയാള ഭാഷാ ഭേദഗതി ബില്ല് ഒരു ചരിത്ര നിമിഷത്തിലൂടെയാണ് സർ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ആ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാവാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സർ ഏറ്റവും ഖേദകരം. സർ, സുപ്രധാനമായ എത്രയധികം ബില്ലുകളാണ് ഇന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഈ സഭയിൽ വന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ബില്ല് നമ്മൾ രാവിലെ ചർച്ച ചെയ്തു സർ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല്, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് തലം മുതലുള്ള എല്ലാ ജനപ്രതിനിധികളും ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ കാര്യവുമായി ബന്ധപ്പെടാറുണ്ട് സാർ. ഏക കിടപ്പാട സംരക്ഷണ ബില്ലെന്ന ശ്രദ്ധേയമായ ബില്ല് ഇന്ന് നമ്മുടെ നിയമസഭ പാസ്സാക്കി. പക്ഷേ ഇതിനോടൊക്കെ ഏറ്റവും മുഖം തിരിഞ്ഞ ഒരു സമീപനമാണ് സാർ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ കാര്യമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് സാർ. സാർ, ഈ ഒരു ബില്ലിൻ്റെ ഭാഗമായ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും ഒരു ഭാഗ്യമായിട്ടാണ് സാർ കാണുന്നത്. കാരണം 1957 മുതൽ നടന്ന ഒരു പ്രോസസ്സിന് ഒരു നടപടിയുടെ ഭാഗമാണ് സാർ നമ്മൾ ഇന്ന് ഈ മലയാള ഭാഷാ ബില്ലിൽ എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ അഭിമാനമാണ് പങ്കുവെക്കുന്നത്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ ചിഞ്ചിളം ചുണ്ടിൽ നിന്ന് അമ്മ എന്ന 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത്. ഒന്നാമതായി, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. സർ, മലയാളത്തിന് എന്തൊരു സൗകുമാര്യമാണ് സർ. മലയാളം കേരളത്തിൻ്റെ സ്വഭാവമല്ലേ, ആത്മാവാണ്. ആത്മാവിനെയും സ്വഭാവത്തെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നത് ഭാഷയാണ് സർ. ഭരണഭാഷ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഭരണത്തിൻ്റെ മുഖമായി കേരളത്തിൽ മാറാൻ പോവുകയാണ് സർ ഈ ഒരു ബില്ലോടുകൂടി. സർ, ഈ ബില്ലിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. സർവകലാശാലകളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധിതമായിട്ടും നടപ്പാക്കുകയാണ് സാർ. ഇതിലൂടെ സർവകലാശാലകളിലേക്ക് കൂടി മലയാളം വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 10ാം തരം വരെ നിർബന്ധിതമായി 1ാം ഭാഷയായി മലയാളം ഈ ബില്ലോടുകൂടി മാറുകയാണ് സർ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലും പഠനം നിഷേധിക്കപ്പെട്ടു പോകുന്ന പല കാരണങ്ങൾ, ഇപ്പം മണിപ്പൂർ അടക്കമുള്ള സ്ഥലത്ത് നിന്ന് കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥിനികൾ നമ്മളുടെ നാട്ടിൽ അവരെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് സർവകലാശാലകളിൽ. മറ്റ് ഭാഷകൾ മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി മലയാളം പഠിക്കാനുള്ള അവസരം നമ്മൾ ഈ ബില്ലിലൂടെ നൽകുകയാണ് സാർ. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനത്തിനായി ഒരു ഏകീകൃത ലിപി വിന്യാസം ഇതിലൂടെ വരികയാണ് സാർ. സാധാരണ കോടതി വ്യവഹാരങ്ങൾ ധാരാളം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ നാട്. അവിടെ കോടതികളിലെ ഭാഷ പലപ്പോഴും സാധാരണക്കാരനൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്. ജില്ലാ കോടതി മുതൽ താഴെയുള്ള കോടതികളിലെ ഭാഷയും വിധിന്യായവും മലയാളത്തിലേക്ക് ആകുന്നു എന്നുള്ളൊരു വലിയ സൗകര്യം ഈ ഒരു ബില്ലോടുകൂടി വരികയാണ് സാർ.
അതുപോലെ തന്നെ സർക്കാരിന് കീഴിലുള്ള അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനങ്ങളുടെ ഉത്തരവുകളും മലയാളത്തിലേക്ക് ഇതിന് ശേഷം വരുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാർ സ്വയംഭരണ സഹകരണ സ്ഥാപനങ്ങളുടെ ബോർഡുകളും ഉദ്യോഗ പേരുകളും വാഹന ബോർഡുകളും ഒക്കെ തന്നെ മലയാളത്തിലാക്കണം. സാർ, ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മലയാളം ഭരണഭാഷയാക്കാൻ വേണ്ടത് ഇച്ഛാശക്തിയാണ് സാർ. ആ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സാർ 1957 മുതൽ 7 പതിറ്റാണ്ട് കാലം നീണ്ടതാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് സാർ. ഇന്ന് നമ്മളുടെ ഫ്ലോറിൽ നമ്മുടെ സഭയിൽ ഇത് എടുക്കുമ്പോൾ മലയാള ഭാഷയുടെ ബില്ല് കേരളത്തിൽ സ്വന്തമായ ഒരു വകുപ്പുമൊക്കെ രൂപീകരിച്ചുകൊണ്ട് വരികയാണ് സാർ. മലയാള ഭാഷ സംസാരിക്കുന്ന 1.5 കോടി ജനത ഉണ്ടായതിനാലാണല്ലോ 1956 കേരളം എന്ന നമ്മുടെ സംസ്ഥാനം തന്നെ രൂപം കൊണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ശ്രമം നടത്താഞ്ഞിട്ടല്ല. 1957 തന്നെ ലോകത്ത് തന്നെ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഭരണഭാഷ മലയാളമാക്കുന്ന സർക്കാർ നയം ആദ്യമായി പ്രഖ്യാപിച്ചത് ഇന്ന് നമ്മൾക്ക് ഓർക്കാതെ പോകാൻ കഴിയുകയില്ല സാർ. അതിനുവേണ്ടി കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു സമിതിയെയും അക്കാലത്ത് നിയമിച്ചു എന്നുള്ളത് ചരിത്രം. പിന്നീട് 1965 മലയാറ്റൂർ രാമകൃഷ്ണനെ ഈ വിഷയത്തിൽ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു എന്നുള്ളതും ഈ ചരിത്രത്തിൻ്റെ വഴികളാണ് സാർ. അതുപോലെ തന്നെ അതിനുശേഷം 1978 വീണ്ടും ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി അതിന് ശേഷവും ഭരണഭാഷ മലയാള ഭാഷയാക്കി ധാരാളം ഉത്തരവുകൾ ഇറങ്ങിയിട്ടും നാളിതുവരെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല സാർ. ആദ്യമായി മലയാളിക്ക് വേണ്ട ഒരു പൊതുബോധമുണ്ട്, തൻ്റെ ഭാഷയോടുള്ളൊരു സ്നേഹം. സാർ, മലയാളത്തിൽ ധാരാളം നല്ല കവികൾ ധാരാളം പേരുണ്ട്. KP അപ്പൻ സാറിനെ പോലെയുള്ള നല്ല നിരൂപകർ, അതുപോലെ തന്നെ ONV കുറുപ്പ് സാറിനെ പോലെയുള്ള അധ്യാപകർ, മികച്ച ധാരാളം പേര്, വിഷ്ണുനാരായണൻ നമ്പൂരി സാറിൻ്റെ ഒക്കെ കവിതകൾ എത്ര മനോഹരമാണ് സാർ. അതുപോലെ തന്നെ അക്കിത്തം അച്യുതനമ്പർ അദ്ദേഹം എഴുതിയ ഒരു വരി പോലും ഈ അവസരത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് എന്നുള്ളിൽ 1000 സൗരമണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പുഞ്ചിരി നൽകുകയാണ് സാർ. ഈ ഒരു ഭാഷയിലൂടെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി നൽകുകയാണ് സാർ കേരളത്തിലെ സർക്കാർ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ. അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്നവരുടെ നാട്ടിൽ ആ ഭാഷ ഭരണഭാഷയാക്കാൻ നടത്തിയ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് സാർ. നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല ആളുകളും സിനിമ ഇൻഡസ്ട്രി വ്യവസായ മേഖലയിലൊക്കെ പോകുമ്പോൾ അവർ പറയുമ്പോൾ അതിശയം തോന്നും സാർ. അവർ കുരച്ചാണ് സാർ മലയാളം പറയുന്നത്. കുരയ്ക്കാതെ പറയണം സാർ മലയാളം, ഭംഗിയായി മലയാളം പറയണം. ഞാൻ മലയാളിയാണെന്ന ബോധം സാർ. സാർ, ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ നടക്കുകയാണ് സാർ. 7 പതിറ്റാണ്ട് നീണ്ട ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചങ്കൂറ്റമുള്ള ഒരു സർക്കാർ പാസ്സാക്കുകയാണ് സാർ. ആ പത്രം എഴുതിയത് ശങ്കരൻ വീണ്ടും തെങ്ങിലായിരിക്കുന്ന സാർ. അങ്ങനെയല്ല, ഇവിടെ ഇത് നടപ്പാക്കുകയാണെന്ന് പറയുന്ന ബില്ലാണ് സാർ. നടപ്പാക്കാൻ പോവുകയാണ് സാർ. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം സാർ. നമ്മൾ തന്നെയാണ്, നമ്മുടെ ഭാഷയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. അത് ഭാഷയിലൂടെ കൂടി ആവുകയാണ് എന്നുള്ളതാണ്. ഇത് കേവലമായ ഒരു കടലാസിൽ ഒതുങ്ങുന്ന നിയമമായിട്ടോ ബില്ലായിട്ടോ അല്ല സാർ ഇത് മാറാൻ പോകുന്നത്. ശക്തമായി ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ അവസരത്തിൽ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം സാർ. ഇതിനു മുമ്പ് എത്രയോ കാലം മുമ്പാണ് സാർ ഇത് ഇവിടെ നടപ്പാക്കാനായിട്ടൊരു പരിശ്രമം നടത്തിയത്. 15 വർഷമെടുത്തു. 13ാം കേരള നിയമസഭയിലെ 376 നമ്പർ ബില്ലിന് പകരമായിട്ട് അന്ന് നമ്മൾ അവതരിപ്പിച്ചാണ് സാർ. അത് ഇപ്പോഴാണ് രാഷ്ട്രപതി അത് നിരസിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ സമഗ്രമായൊരു ബില്ലാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോയി ഇപ്പോൾ ഇവിടെ നിയമമാകാൻ പോകുന്നു സാർ. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവം കൂടുതൽ, നമ്മുടെ കേരളത്തിന് തനതായ ഒരു സ്വഭാവമുണ്ട്, മതേതരത്വത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. അത് നമ്മുടെ ഭാഷയിലൂടെയാണ് നമുക്ക് ആ ആശയം കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ അക്ഷരത്തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രയാസമാണ് സാർ. ഇംഗ്ലീഷിലെ അക്ഷരത്തെറ്റുകളൊക്കെ എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് കാണും. നമ്മുടെ ഭാഷയോടുള്ള ഏറ്റവും വലിയ ആദരവ് നമ്മൾ മലയാളികൾക്ക് തന്നെയാണ് വേണ്ടത്. ലോകത്തെ എല്ലായിടത്തും മലയാളികളുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഡോക്ടർ പിള്ള, പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റ്, കുറച്ചുകൂടി പറഞ്ഞാൽ പ്രമുഖനായ സിനിമാ താരം പൃഥ്വിരാജിൻ്റെ അമ്മാവൻ എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നത്. ഡോക്ടർ പിള്ള അദ്ദേഹം ഏറ്റവും നല്ല ഭാഷാ ശൈലിയുടെ ഉടമയാണ്. വർഷങ്ങളായി അദ്ദേഹം അമേരിക്കയിലാണ്. പക്ഷെ അദ്ദേഹം നടത്തുന്ന മലയാള പദപ്രയോഗങ്ങൾ അപ്പോൾ എവിടെ പോയാലും മലയാളം മറക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. മലയാളത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മളിപ്പം തിരിച്ചൊരു റിവേഴ്സായിട്ട് മലയാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, പ്രവാസികളടക്കം ഒരു റിവേഴ്സ് എഫക്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഈ ഒരു ബില്ല്, നമ്മുടെ 2025 മലയാള ഭാഷാ ബിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ നിയമം വകുപ്പ് മന്ത്രി. സർ,
ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറെ യുദ്ധ സമാനമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും പാസ്സാക്കാൻ കഴിയാതെ പോയ ഒരു ബില്ല് അതിനുശേഷം ഇപ്പോൾ വീണ്ടും സമഗ്രമായൊരു നിയമം നമ്മൾ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് സാർ 348 പ്രകാരം നമുക്ക് ഈ ഭാഷയെ സംബന്ധിച്ചും ബില്ലുകൾ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ചെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. 345 പ്രകാരം റീജിയണൽ ലാംഗ്വേജ് ഓരോ സംസ്ഥാനത്തിനും തീരുമാനിക്കാം, അത് മലയാളമാണ്. 348 നമ്മളിപ്പോൾ ഇവിടെ ഈ സഭയിൽ മലയാളത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ബില്ല് ഗവർണർക്ക് അയച്ച് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ട് പ്രസിദ്ധപ്പെടുത്തണം. അത് നമ്മുടെ നിയമസഭാ ചട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പരിഭാഷ യന്ത്രങ്ങൾക്ക് വരെ നിർവഹിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിച്ച കാലമാണ്. ഭരണഘടന പറയുന്നത് അതിൻ്റെ 3ാമത്തെ വകുപ്പ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻ സബ് ക്ലോസ് ബി വേർ ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് ഹാസ് പ്രിസ്ക്രൈബ്ഡ് എനി ലാംഗ്വേജ് അതർ ദാൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ യൂസ് ഇൻ ബിൽസ് introduced in or acts passed by the legislature of the state or in ordinance promulgated by the government of the state or in any order, rule, regulation or bylaw referred to on paragraph so and so of that subclause, a translation of the same in the English language published under the authority of the governor എന്നാണ്. അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ ഗവർണറാണ്. നമ്മളെല്ലാ ഉത്തരവുകളും അണ്ടർ ദ അതോറിറ്റി ഓഫ് ഗവർണറാണ് യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്തത്. പക്ഷേ ബില്ല് മാത്രം ഗവർണർ തന്നെ കണ്ട്, അദ്ദേഹം മലയാളം അറിയുന്ന ആളല്ല നമ്മുടെ ഗവർണർമാർ. ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് ഒരു സ്റ്റേറ്റിലും ആ സ്റ്റേറ്റിലാണ് ഗവർണറായിട്ട് വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാന പദം നോക്കിയിട്ട് ഇതിൻ്റെ പരിഭാഷ ഉറപ്പിച്ചിട്ട് ഒപ്പിടാൻ പറ്റില്ല. അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ ഗവർണർ എന്നാണെങ്കിൽ അത് ചുമതലപ്പെടുത്തേണ്ടതാണ്. 299 നോക്കുകയാണെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണറാണ് കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണർ എല്ലാം ഉദ്യോഗസ്ഥരാണ്. നമ്മൾ 200-ൽ അസന്റ് രേഖപ്പെടുത്തുന്നത് ബൈ ദ ഗവർണറാണ്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയാൽ മലയാളം അറിയാത്ത ഗവർണർ പരിഭാഷ തൃപ്തികരമാണെന്ന് കണ്ടെത്തി ഒപ്പിടണം എന്നുള്ളത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നിയമസഭാ ചട്ടങ്ങളിലും പരിശോധിച്ച് പോകേണ്ട ഒരു ഭാഗമാണ് സാർ. ഇവിടെ മലയാളം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2015-ൽ നിയമം പാസ്സാക്കി അയച്ചെങ്കിലും ആ നിയമം ഇപ്പോൾ രാഷ്ട്രപതി മടക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു. 2025-ലെ തമിഴ്നാട് കേസിനകത്ത് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്ന്. അതുകൊണ്ട് ഒരു ബില്ല് നിയമസഭയോ പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചയക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അനുമതി നിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് നിഷേധിച്ചു അതറിയാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്കുണ്ട്. ഒരു ഗവർണർ എന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ് നിയോഗിക്കുന്ന ആളാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല. അംബേദ്കർ അന്നേ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്തി ഗവർണറെ നിശ്ചയിക്കാൻ തീരുമാനിച്ചാൽ ആത്മാഭിമാനമുള്ള ആരും മത്സരിക്കാൻ തയ്യാറാവില്ല. കാരണം ഒരു പദവിയും ഇല്ലാത്ത ഒന്നിനു വേണ്ടി മത്സരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്ന് അംബേദ്കർ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചർച്ച ചെയ്ത് 1ാം വായനയും 2ാം വായനയും 3ാം വായനയും പാർലമെൻറ്റ് സംവിധാനത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റിയോ ചിലപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്ന സെലക്ട് കമ്മിറ്റിയോ എല്ലാം ചർച്ച ചെയ്ത് ക്ലോസ് ടു ക്ലോസ് കൺസിഡറേഷൻ നടത്തി പാസ്സാക്കുന്നൊരു ബില്ല് എന്തുകൊണ്ട് നേരെ അനുമതി നിഷേധിക്കുന്നു എന്നൊരു സ്റ്റാമ്പ് അതിനകത്ത് അടിക്കുമ്പോൾ ഈ സഭയ്ക്ക് അറിയാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കറിയാനുള്ള അവകാശമാണ് സാർ. ഈ ബില്ല് തിരിച്ചയക്കുക വഴി രാഷ്ട്രപതി ആ ഉത്തരവാദിത്വം ജനാധിപത്യപരമായി നിർവഹിച്ചില്ല. എന്തുകൊണ്ട് ഇതിന് അനുമതി നിഷേധിക്കുന്നു? എന്നാൽ അതിനു മുൻപ് ചർച്ചകൾ നടന്നു. ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് നയപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അയക്കുമ്പോഴാണ് നേരെ ഒരു കാരണവും പറയാതെ അനുമതി നിഷേധിച്ച് വന്നിട്ടുള്ളത് സാർ. ഇപ്പോൾ ഈ ബില്ല് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ലാത്ത ബില്ലാണ്. കാരണം അവനകത്ത് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊന്നും ഈ ബില്ലിനകത്ത് വരുന്നില്ല. 2015-ൽ നമ്മൾ ബില്ല് പാസ്സാക്കിയതിനു ശേഷം 2017-ൽ മറ്റൊരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. 2017-ലെ ബില്ല് എന്നുള്ളത് മലയാള ഭാഷ പഠന ആക്റ്റാണ് നമ്മൾ പാസ്സാക്കിയത്. കാരണം അവിടെയാണ് 2017-18 മുതൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്റ്റാൻഡേർഡ് മലയാളം ഒരു നിർബന്ധിത ഭാഷയെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന നിയമം ഈ നിയമസഭ 2017-ൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിലവിലുള്ളതാണ്. എന്നാൽ നമ്മൾ നൽകിയ അന്ന് പാസ്സാക്കിയ ബില്ലിനകത്ത് അവർ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രപതി കാരണങ്ങളൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും അന്ന് ആഭ്യന്തര വകുപ്പിനാണല്ലോ ഇത് പരിശോധിച്ച് ചർച്ചകൾക്ക് വിളിക്കുന്നത്.
നമ്മുടെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിളിക്കുകയുണ്ടായി. അന്ന് അതിനകത്ത് പറഞ്ഞ ഒരു ഭാഗം മലയാളം ഷാൽ ബി ദ കമ്പൽസറി ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മാറ്റി ഫസ്റ്റ് ലാംഗ്വേജ് ടു ബി സ്റ്റഡീഡ് എന്നാക്കി മാറ്റണം, നിർബന്ധിതം എന്നുള്ളത് മാറ്റണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കും ഒന്നായിരിക്കണം എന്ന അഭിപ്രായവും യൂണിയൻ ഗവൺമെൻറ് പ്രകടിപ്പിക്കുകയുണ്ടായി. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സാർ നമ്മളിപ്പോൾ നമ്മളോട് കാരണം പറഞ്ഞില്ലെങ്കിലും ആദ്യത്തെ ചർച്ചകൾ വന്ന ആ പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ചിട്ടാണ് ഈ പുതിയ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ബില്ലിലെ രണ്ടാം ഭാഷാ ന്യൂനപക്ഷം എന്താണെന്ന് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവരിലേക്ക് മലയാളം നിർബന്ധിതമാക്കാതെയുള്ള വ്യവസ്ഥകളും ഈ നിയമത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ മലയാള ഭാഷാ വികസന ഡയറക്ടറേറ്റ് രൂപീകരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഈ നിയമത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിയമങ്ങൾ, ബില്ലുകൾ, റെഗുലേഷനുകൾ, നോട്ടിഫിക്കേഷനുകൾ, ചട്ടങ്ങൾ ഇതെല്ലാം തന്നെ മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന വ്യവസ്ഥ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് 9ലും 10ലേക്കൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും. അവർ നിർബന്ധമായിട്ട് മലയാളം തന്നെ എഴുതണം എന്നുള്ള വ്യവസ്ഥ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവർക്ക് നിർബന്ധിതമാക്കിയിട്ടില്ല. എന്നാൽ ഒഴിവാക്കിയിട്ടില്ല, ഓപ്ഷനിലാണ്. ആവശ്യമാണെങ്കിൽ മലയാള പരീക്ഷ അവർക്ക് എഴുതാം. നിർബന്ധിതമാക്കുന്ന വ്യവസ്ഥ നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മലയാള ഭാഷയല്ലാതെ മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയായിട്ട് വിദ്യാർത്ഥികൾക്ക് ദേശീയ പാഠ്യപദ്ധതിക്ക് അനുസൃതമായി അവർക്കിഷ്ടമുള്ളതും സംസ്ഥാനത്ത് സ്കൂളുകളിൽ ലഭ്യമായതുമായ ഭാഷകളിൽ അധ്യയനം നടത്താനുള്ള വ്യവസ്ഥയും ഈ ബില്ലിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ജുഡീഷ്യറി സംവിധാനം, യഥാർത്ഥം നമ്മുടെ ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് സാർ. നമ്മുടെ ഭരണഘടനയിൽ രാഷ്ട്രഭാഷയില്ല. ഈ ബില്ല് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാഹചര്യം കൂടി കണ്ടുകൊള്ളണം. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. ഭരണഘടനയിൽ രാഷ്ട്രഭാഷയില്ല. ഭരണഘടനയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, ഔദ്യോഗിക ഭാഷയുള്ളൂ. ഇംഗ്ലീഷും ഹിന്ദിയും ഔദ്യോഗിക ഭാഷയെ, ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയും ഇംഗ്ലീഷും നിശ്ചിത കാലയളവിലേക്ക് ഔദ്യോഗിക ഭാഷയെ ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നു. ഭരണഘടനയിൽ നാഷണൽ ലാംഗ്വേജ് എന്നില്ല, രാഷ്ട്രഭാഷ എന്നുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയില്ല. സംസ്ഥാനങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് തലക്കെട്ടുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് ഓരോ ഭാഷയെ നിശ്ചയിക്കാനുള്ള അധികാരമുള്ളത്. വഴങ്ങലി കഴിഞ്ഞാൽ സമയം പോകും. വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ബില്ലെടുക്കാനുണ്ട്. അപ്പോ ഈ പോയിന്റ് ഓഫ് ഓർഡർ ഒന്നുമില്ല. അതായത് ഈ നിയമത്തിലെ ക്ലോസ് 9 കോടതി ഭാഷയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി താഴെ കോടതിയിലെ ഭാഷ മലയാളമാക്കണമെന്നാണ്. അങ്ങനെ ഒരു കണ്ടീഷനിലായിട്ട് നമുക്കൊരു നിയമം പാസ്സാക്കാൻ കഴിയുമോ? കോടതി അനുമതി കൊടുത്തില്ലെങ്കിൽ ക്ലോസ് 9 നിൽക്കില്ല. അതിലെന്താണ്, എങ്ങനെയാണ് അത് നമുക്കൊന്ന് നയപരമായിട്ട് അതൊന്ന് മിനിസ്റ്റർ ഒന്ന് വിശദീകരിക്കാവോ? ഇത് ആ വ്യവസ്ഥ ക്ലോസ് തന്നെ വളരെ ക്ലിയർ ആണ്. ഹൈക്കോടതി അനുമതിയോടുകൂടി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 6 മാസമോ 8 മാസമോ 1 വർഷമോ എന്ന് പറയാതിരിക്കുന്നത്. ഹൈക്കോടതി അനുമതി എന്നുള്ള പ്രീ കണ്ടീഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് എന്നുള്ളത്, ഘട്ടം ഘട്ടമായി എന്നുള്ളത് നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ സാർ, നമുക്കിപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിലാണെങ്കിൽ ബില്ലുകൾ തന്നെ ഹിന്ദിയിലാണ് വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കത്തിടപാടൽ ഹിന്ദിയിൽ വരുന്നുണ്ട്. പണ്ട് നേരത്തെ അറിയാലോ, നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഹിന്ദിയിൽ കത്ത് വന്നപ്പോൾ അദ്ദേഹം മറുപടി മലയാളത്തിലാണ് എഴുതിയത്. കാരണം സംസ്ഥാനങ്ങളുടെ അംഗീകാരം, അനുമതി ഇല്ലാതെ ഇംഗ്ലീഷ് അല്ലാതെ മറ്റു ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ ഭരണഘടന അംഗീകാരം നൽകുമില്ല സാർ. അപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷ ഔദ്യോഗിക ഭാഷയായി എല്ലാ സംവിധാനങ്ങളിലേക്കും നേരത്തെ പറഞ്ഞതുപോലെ താഴെ കോടതികളിലെല്ലാം തന്നെ ആ വിധിന്യായങ്ങൾ ഉൾപ്പെടെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ഇന്നത്തെ ഭാഷ നമ്മൾ ഈ സംവിധാനങ്ങൾ വരുന്നു, പുതിയ ഫോണ്ടുകൾ വരുന്നു, അതെല്ലാം മലയാളത്തിലേക്ക് ഒരു യൂണിക്കോഡ് സംവിധാനത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ബില്ലുകൾ പോലെ തന്നെ ഇതും കേരള നിയമസഭയെ സംബന്ധിച്ച് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ബില്ലാണ്. എന്നാൽ എല്ലാവരും ഒന്നിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട ഈ നാടിൻ്റെ പൊതുവികാരം പ്രതിഫലിപ്പിക്കുന്ന ബില്ലാണെങ്കിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് ഈ നാട് തിരിച്ചറിയും എന്ന ധാരണയോടുകൂടി ഈ ബില്ല് പാസ്സാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ പി നന്ദകുമാർ, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീമതി യു പ്രതിഭ, അങ്ങയുടെ 2B ഭേദഗതി നമ്പർ പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 മലയാള ഭാഷാ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ
ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. രണ്ടാം വകുപ്പ്. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 182 സി കെ ആൻസലൻ, യെസ്. 184 സി കെ പ്രേംകുമാർ, നോട്ട് ഇൻ ദി സീറ്റ്. 186 സി എം നൌഷാദ്, നോട്ട് ഇൻ ദി സീറ്റ്. 188 സി എം രാജഗോപാൽ, നോട്ട് ഇൻ ദി സീറ്റ്. 190 ശ്രീമതി ദലീമ, യെസ്. 192 സി ആന്റണി ജോൺ, നോട്ട് ഇൻ ദി സീറ്റ്. 194 ശ്രീമതി ശാന്തകുമാരി കെ, യെസ്. 197 സി കെ ജെ മാക്സി, നോട്ട് ഇൻ ദി സീറ്റ്. 203 സി ഇ ചന്ദ്രശേഖരൻ, യെസ്. 209 ടി ഐ മധുസൂദനൻ, നോട്ട് ഇൻ ദി സീറ്റ്. 211 സി എം എം മണി, യെസ്. 213 ശ്രീ മുരളി പെരുന്നെല്ലി, യെസ്. 215 ശ്രീ എം എസ് അരുൺകുമാർ, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ 196 ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു സാർ. ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഭേദഗതി ഒഴികെ മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ്. ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 219 ശ്രീമതി കെ ശാന്തകുമാരി, 224 ഇ കെ വിജയൻ, യെസ്. 230 ഇ ടി ടൈസം മാസ്റ്റർ, യെസ്. 236 സി കെ ഹരീന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 242 ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. നാലാം വകുപ്പ്. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 244 ശ്രീമതി യു പ്രതിഭ, യെസ്. 246 ശ്രീമതി ഒ എസ് അംബിക, യെസ്. 248 സി കെ പ്രേംകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 250 സി പി മമ്മിക്കുട്ടി, യെസ്. 252 സി ഇ കെ വിജയൻ, യെസ്. 257 സി പി വി ശ്രീനിജൻ, യെസ്. 262 സി എ രാജ, യെസ്. 264 267 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. 265 സി പി ടി എ റഹീം, യെസ്. 282 സി ഐ ബി സതീഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 288 സി വി ജോയ്, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി. സ്വീകരിക്കുന്നില്ല സാർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. അഞ്ചാം വകുപ്പ്. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 294 ടി പി രാമകൃഷ്ണൻ, എസ്. 296 കെ ബാബു നെന്മാറ, നോട്ട് ഇൻ ദി സീറ്റ്. 298 ഇ സി ടൈസം മാസ്റ്റർ, എസ്. 306 സി ഇ കെ വിജയൻ, എസ്. 316 സി ജി സ്റ്റീഫൻ, എസ്. ബഹുമാനപ്പെട്ട മന്ത്രി. സ്വീകരിക്കുന്നില്ല സാർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ്. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 341 വി കെ പ്രശാന്ത്, നോട്ട് ഇൻ ദ സീറ്റ്. 343 ശ്രീമതി സി കെ ആശ. 319 339 ഇ ടി ടൈസം മാസ്റ്റർ, എസ്. ബഹുമാനപ്പെട്ട മന്ത്രി. സ്വീകരിക്കുന്നില്ല സാർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏഴാം വകുപ്പ്. ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 349 സി വി ജോയ്, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി. 306 സാർ. ഏഴാം വകുപ്പ് 351 ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഒഫീഷ്യൽ ഭേദഗതി ഒഴികെ മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. എട്ടാം വകുപ്പ്. ഭേദഗതികളില്ല. ഇനി എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒമ്പതാം വകുപ്പ്. ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 373 ജി എസ് ജയലാൽ, നോട്ട് ഇൻ ദി സീറ്റ്. 379 സി എച്ച് കുഞ്ഞമ്പു,
യെസ്. 383 ശ്രീ വി ശശി. യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി, സ്വീകരിക്കുന്നില്ല സർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. 9-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 9-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 10-ാം വകുപ്പ് ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 391 429 സി മുഹമ്മദ് മുഹസിൻ നോട്ട് ഇൻ ദി സീറ്റ്. 396 സി മുകുന്ദൻ നോട്ട് ഇൻ ദി സീറ്റ്. 397 കെ രാമേന്ദ്രൻ. യെസ്. 339 സി എ പ്രഭാകരൻ. യെസ്. 401 422 പി ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദി സീറ്റ്. 407 സി കെ എം സച്ചിൻ ദേവ് നോട്ട് ഇൻ ദി സീറ്റ്. 409 സി കെ എൻ ഉണ്ണികൃഷ്ണൻ. യെസ്. 411 ഇ കെ വിജയൻ. യെസ്. 416 എം വിജിൻ നോട്ട് ഇൻ ദി സീറ്റ്. 418 ലിൻഡോ ജോസഫ്. യെസ്. 420 എം മണി. യെസ്. 421 കെ പി കുഞ്ഞമ്മദ് കുട്ടി. 432 എൻ കെ അക്ബർ. ബഹുമാനപ്പെട്ട മന്ത്രി, സ്വീകരിക്കുന്നില്ല സർ. ചെയറിന്റെ സ്വീകരിക്കുന്നില്ല. ചെയറിന്റെ ഭേദഗതി എന്തെങ്കിലും ചെയറിന്റെ നിർദ്ദേശം പോലും തള്ളിയിരിക്കുന്നു. യെസ്. 10-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. 11-ാം വകുപ്പ് ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 447 ശ്രീമതി കെ ശൈലജ ടീച്ചർ. യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി, 11-ാം വകുപ്പ് 439 ഉണ്ട് സാർ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. 439. 38 ഇല്ല. 39 സമാനമാണല്ലോ. 447 അല്ല, 438 സമാനമാണ്. 439. 38 ഇല്ല. 439 സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റു ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. 11-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 11-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 12-ാം വകുപ്പ് താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതികളില്ല. 12-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 12-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 13-ാം വകുപ്പ് ഭേദഗതികളില്ല. 13-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 13-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 14-ാം വകുപ്പ് ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 460 സി എച്ച് സലാം നോട്ട് ഇൻ ദി സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, സ്വീകരിക്കുന്നില്ല സർ. സ്വീകരിക്കുന്നില്ല. 14-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 14-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 15-ാം വകുപ്പ് ഭേദഗതി ഇല്ല. 15-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 15-ാം ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 114 140 ഇ ചന്ദ്രശേഖരൻ. യെസ്. 124 147 ഇ കെ വിജയൻ. യെസ്. 133 സി പി ടി എ റഹീം. 135 സി ഒ എസ് അംബിക. യെസ്. 157 യു ആർ പ്രദീപ്. യെസ്. 159 ഡോക്ടർ കെ ടി ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 162 ശ്രീമതി ശാന്തകുമാരി. യെസ്. 168 കെ ഡി പ്രസന്നൻ നോട്ട് ഇൻ ദ സീറ്റ്. 174 ടി ഐ മധുസൂദനൻ. യെസ്. 176 ടി പി രാമകൃഷ്ണൻ. യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി, സർ 16-ാം ഖണ്ഡവും എടുത്തല്ലോ അല്ലേ? 16 റദ്ദാക്കലും ഒഴിവാക്കലും 14 എടുത്തല്ലോ. 16 എടുത്തതാണ്. 16 എടുത്തില്ല, 15 എടുത്തുള്ളൂ. 16 അംഗീകരിച്ചെങ്കിൽ 1-ാം ഖണ്ഡം പീഠികയിൽ മലയാള ഭാഷയുടെ ഉപയോഗം എന്ന വാക്കുകൾക്ക് പകരം മലയാള ഭാഷ പ്രയോഗം എന്ന വാക്ക് ചേർക്കുന്ന ഔദ്യോഗിക ഭേദഗതി മൂവ് ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഭേദഗതി ഒഴികെ മറ്റെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ നിയമവകുപ്പ് മന്ത്രി 2025 മലയാള ഭാഷാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 മലയാള ഭാഷാ ബിൽ പാസ്സാക്കണ ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 മലയാള ഭാഷാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.